നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. രക്തവാതവും അതിനുള്ള ആയുർവേദ ചികിത്സയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന പട്ടാമ്പിയിലെ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം വിദ്യാപീഠത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കെ മനോജ് കുമാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ രക്തവാദത്തിനെ കുറിച്ച് ആയുർവേദത്തിൽ എങ്ങനെയാണ് പറയുന്നത് വിശദീകരിക്കാം? രക്തവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ കൈകാൽ വിരലുകളിലെ സന്ധികളിൽ നീര്, വേദന, നിറവ്യത്യാസം എന്നിവയോടുകൂടെ തുടങ്ങി പിന്നീട് ക്രമേണ ചികിത്സിച്ചില്ലെങ്കിൽ അത് മറ്റ് സന്ധികളിലേക്കും ബാധിക്കുകയും അത് സന്ധികൾക്ക് ആകൃതി വ്യത്യാസം ഉണ്ടാക്കി ക്രമേണ അത് പ്രവർത്തന വൈകല്യത്തിലേക്ക് തന്നെ കാരണമായി തീരുന്ന ഒരു രോഗമാണ്. ഇത് ഒരു ഒറ്റ രോഗം മാത്രമല്ല, ഇതേ രീതിയിലുള്ള ലക്ഷണങ്ങളോട് കൂടിയ കുറേ രോഗങ്ങളുടെ ഒരു സമൂഹമായിട്ടാണ് ആയുർവേദം കാണുന്നത്. രക്തവാദം എന്ന് പറയുമ്പോൾ ആധുനിക നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിൽ ഉൾപ്പെടുത്താവുന്ന വേറെയും കുറേ രോഗങ്ങൾ ചേർന്നതാണ്. ഉദാഹരണമായിട്ട് ഗൗട്ടി ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ കുറേ രോഗങ്ങൾ രക്തവാദം എന്ന രീതിയിലാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ചികിത്സ അതാത് സമയത്ത് ചികിത്സ കൃത്യമായി ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിന് സന്ധികൾക്ക് ഉണ്ടാകുന്ന വൈകല്യം മൂലം രോഗി കിടപ്പിലാവുകയും പ്രവർത്തന വൈകല്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് രോഗം ഉണ്ടാകുന്നത്. പിന്നെ എന്തൊക്കെ ഡോക്ടർ പറഞ്ഞു, പല രീതിയിലാണ് രക്തവാദം ആയുർവേദത്തിലുള്ളത്. ഇത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് രക്തദൂഷ്യം, ഭക്ഷണത്തിലും മറ്റ് നമ്മുടെ ആഹാരവിഹാരങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് രക്തത്തിനുള്ള തകരാറ് സംഭവിച്ച് പിന്നീട് സന്ധികൾക്ക് വൈകല്യം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഇതിന് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നോക്കുമ്പോൾ പല വിഭാഗങ്ങളുണ്ട്. വാതാധികം ആയിട്ടുള്ള വാതരക്തം, പിത്താധികമായിട്ടുള്ളത്, കഫാധികമായിട്ടുള്ളത്, രക്താധികമായിട്ടുള്ളത്, ഇത് തമ്മിൽ കൂടിച്ചേർന്നിട്ടുള്ള രണ്ടും മൂന്നും കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പല വിഭാഗങ്ങളായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ആയുർവേദം രോഗങ്ങളെയൊക്കെ വിവക്ഷിക്കുന്നത് ത്രിദോഷ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളെ കാണുന്നതും ചികിത്സ നിർണ്ണയിക്കുന്നതും. അത്തരത്തിലുള്ള ലക്ഷണങ്ങളുടെ ഭേദമനുസരിച്ച് ഇത്തരത്തിൽ വിഭജിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ആയുർവേദം നിർണ്ണയിക്കുന്നത്. രോഗകാരണങ്ങളായി വരുന്നതും ഇത്തരത്തിൽ അതാത് ദോഷകോപത്തിനുള്ള അല്ലെങ്കിൽ ദോഷവർദ്ധനവിനുള്ള കാരണങ്ങൾ കൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദത്തിന്റെ കാഴ്ചപ്പാട്. ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? രഞ്ജിത് കുമാർ, ഒമാനിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാർ നമസ്കാരം. എന്റെ രണ്ട് മുട്ടിന്, കാൽമുട്ടിന് കുറച്ച് നാളായിട്ട് ഒരു ഇടതുമുട്ടിന് ചെറിയൊരു നീരുണ്ട്. രണ്ടു മുട്ടിനും ഒരുമാതിരി നല്ല വേദനയാണ്. മുട്ടിന് മാത്രമാണോ വേദന, അല്ല മറ്റു സന്ധികളിലുണ്ടോ? ഇല്ല, ഈ കാൽമുട്ട് മാത്രമാണ്. പിന്നെ കാലിന്റെ ഉപ്പൂറ്റിക്ക് നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ഒരു ചെറിയ വേദന. മറ്റു സന്ധികളിലേക്ക് നമ്മള് മുട്ട് വളയ്ക്കാതെ കുനിയുവാണെങ്കിൽ ഒരു മിന്നൽ പോലെ വലത്തെ കാലിന്റെ ഉപ്പൂറ്റിയിൽ നിന്ന് മേലോട്ട് വരുന്നു. എന്തെങ്കിലും രക്തപരിശോധന വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. ഇവിടെ നമ്മുടെ അടുത്ത് സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ രക്തവാദമാണെന്നാണ് പറയുന്നത്. ഇതില് രക്തവാദമാണെങ്കിൽ അതിനുള്ള ബാക്കി ആവശ്യമുള്ള രക്തപരിശോധനകൾ ചെയ്യേണ്ടി വരും. ഡോക്ടറോട് തന്നെ കൂടുതൽ അന്വേഷിച്ച് ഇതിന്റെ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്ത് അത് രക്തവാദമാണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് പിന്നീട് ചികിത്സ നിർണ്ണയിക്കുന്നത്. പ്രത്യേകിച്ച് മുട്ടിന് മാത്രമുള്ള വേദന എന്ന് പറയുമ്പോൾ വേറെയും സന്ധിക്ക് തേയ്മാനം വരുന്ന രീതിയിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന ഒരു രോഗം കൂടിയുണ്ട്. അത് രക്തവാദമായിട്ട് ആയുർവേദം പരിഗണിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് വാതരോഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അതാണെങ്കിൽ ചികിത്സ അതിനനുസരിച്ചാണ് വരിക. അതല്ലെങ്കിൽ രക്തവാദമാണെന്ന് നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് വരിക. അപ്പോ സാർ, ഒരു സംശയം, ഇത് നമ്മൾ രക്തവാദമാണോന്ന് അറിയാൻ വേണ്ടി ഏത് ടെസ്റ്റാണ് നമ്മൾ നടത്തേണ്ടത്? അത് പിന്നെ ജോയിന്റിൽ മുട്ടിന്റെ സന്ധിയിലായതുകൊണ്ട് തന്നെ എക്സ്റേ പരിശോധനയിലൂടെ അത് മുട്ടിന് തേയ്മാനം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചറിയാൻ വേണ്ടി സാധിക്കും. രക്തവാദമാണ് എങ്കിൽ നോക്കാനാണെങ്കിൽ ഇതിൽ ബ്ലഡിലുള്ള സീറം യൂറിക് ആസിഡ് നോക്കിയാൽ അത് ഗൗട്ടി ആർത്രൈറ്റിസിൽ പെടുന്നതാണോ എന്നുള്ളത്
അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ RA ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്നതാണോ എന്ന് അറിയാൻ പറ്റും. പലപ്പോഴും ഈ പരിശോധനകൾ പലപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. ഇത്തരത്തിലുള്ള രക്തപരിശോധനയിൽ നെഗറ്റീവ് ആയവർക്കും ഇത് രോഗം വരുന്നതും ചെറിയൊരു ശതമാനത്തിന് വരുന്നതായിട്ടും അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ രോഗിയുടെ നേരിട്ടുള്ള പരിശോധനയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ ആശ്രയിക്കുന്നത്. അത് തീരുമാനം ഉറപ്പിക്കാനാണ് രക്തപരിശോധന ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ അത് രക്തപാതമാണെന്ന് മനസ്സിലാക്കിയാൽ അതിനുള്ള ചികിത്സ, ദീർഘമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമായി വരും. പ്രത്യേകിച്ച് ചികിത്സയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെറിയ ചികിത്സ, ലേപനം, അതായത് ജോയിൻസിൽ മരുന്ന് അരച്ച് പുരട്ടുക, അതുപോലെ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന തൈലമോ കഷായമോ കൊണ്ട് ധാര ചെയ്യുക, ഇത്തരത്തിലുള്ള പുറമേയുള്ള പ്രയോഗങ്ങളും അതുപോലെ മരുന്ന് അകത്തേക്ക് കഴിക്കുന്ന കഷായങ്ങൾ, ഗുളികകൾ എന്നുള്ള രീതിയിൽ ആവശ്യമായ ഡോക്ടർ നിർണ്ണയിക്കുന്നതിന് അനുസരിച്ച് ആവശ്യമായ മരുന്നുകൾ അകത്തേക്ക് കഴിക്കുക. ഇപ്പോൾ അത് തന്നെ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദത്തിലെ ശോധന ചികിത്സകളായ രക്തശുദ്ധിക്കും അതുപോലെ ശരീരശുദ്ധിക്കും ആവശ്യമായ ശോധന ചികിത്സകളായിട്ടുള്ള വമനം, ഛർദ്ദിപ്പിക്കുക, വിരേചനം, വയറിളക്കുക, അതുപോലെ എനിമ രീതിയിൽ മരുന്ന് ഉപയോഗിക്കുന്ന വസ്തി, ഇതൊക്കെ വാതരക്ത ചികിത്സയിൽ വളരെ പ്രധാനമായിട്ടുള്ള ചികിത്സകളാണ്. ഡോക്ടർ, ഇപ്പോൾ ഇത് രക്തവാതമാണ് സ്ഥിരീകരിക്കാൻ എന്തൊക്കെ ടെസ്റ്റുകളാണ്? എക്സ്റേ അല്ലാതെ ബ്ലഡ് ടെസ്റ്റുകളാണ്, വേറെ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ ചെയ്യാൻ? ബ്ലഡ് ടെസ്റ്റുകളിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഇതിൽ രക്തവാതം എന്ന രീതിയിൽ നമ്മൾ ആയുർവേദത്തിൽ വിവക്ഷിക്കുന്നതിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ള ഇതാണെങ്കിൽ സീറം യൂറിക് ആസിഡ് നോക്കുമ്പോൾ അത് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ വരുന്ന അതാണെങ്കിൽ RA ഫാക്ടർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ SLE എന്ന് പറയുന്ന മോഡേൺ വിശദീകരിക്കുന്ന രോഗം ത്വക്ക് ലുള്ള സിംറ്റംസ് ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് മറ്റ് എല്ലാ സിസ്റ്റത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതും രക്തവാതത്തിൻ്റെ രീതിയിലാണ് ആയുർവേദം കാണുന്നതും ചികിത്സിക്കുന്നതും. അത്തരത്തിലുള്ള അതിന് ഉള്ള ANA ടെസ്റ്റ്, ഇതുപോലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്കത് ലക്ഷണങ്ങളിലൂടെ കണ്ടത് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനനുസരിച്ച് ചികിത്സയിൽ, പക്ഷേ ചികിത്സയിൽ നമ്മൾ ആയുർവേദം കാണുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ചും മറ്റുള്ള പരിശോധനകളിലൂടെയും അത് വാതാധികമാണോ പിത്താധികമാണോ കഫാധികമാണോ എന്നുള്ള രീതിയിലൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കും ചികിത്സ നിർണ്ണയിക്കുക. അതുപോലെ തന്നെ ഈ രോഗത്തിലൊക്കെ ആമാവസ്ഥ എന്നുള്ള രീതിയിൽ ഉള്ളിൽ പനിയോടുകൂടിയും ദഹനക്കുറവ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടിയും ഇത് പ്രത്യക്ഷപ്പെടാം. ഇത് രോഗത്തിൻ്റെ ആമാവസ്ഥയായിട്ട് കാണും. ഈ ആമാവസ്ഥ തന്നെ വളരെ കൂടിയ രീതിയിൽ കാണുന്ന ഒരു രോഗമാണ് റൊമാറ്റിക് ഫീവർ എന്ന രീതിയിൽ, ആമവാദം എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ അതിനനുസരിച്ച് ഈ ആമാവസ്ഥ മാറ്റുന്നതിനുള്ള ഈ വിട്ടുവിട്ട് വരുന്ന പനിയും തൊണ്ടവേദനയും ഇതൊക്കെ മാറ്റുന്നതിനുള്ള ചികിത്സയ്ക്ക് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ സതീശനാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഞാൻ സാറേ, എനിക്ക് സംശയമുള്ളത് ഈ രക്തവാതവും വാതരക്തവും ഒന്ന് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇതാണ് എനിക്കറിയേണ്ടത്. രക്തവാതം എന്നും വാതരക്തം എന്ന് പറയുന്ന ഒരേ രോഗത്തെ തന്നെ പല രീതിയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ വാതരക്തം എന്നുള്ള രീതിയിലാണ് അത് വിവക്ഷിക്കാറുള്ളത്. സാധാരണ ജനങ്ങളിൽ രക്തവാതം എന്ന് പറയാറുണ്ട് എന്ന് മാത്രം. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്ധികളിൽ നീർക്കെട്ട്, നിറവ്യത്യാസം, വേദന ഇവയായിട്ടാണത് തുടങ്ങുന്നത്. പിന്നീട് അത് മറ്റ് ചെറിയ സന്ധികളിലാണ് ആദ്യം തുടങ്ങുന്നതെങ്കിലും പിന്നീട് വലിയ സന്ധികളെ ബാധിക്കുകയും പിന്നെ ചികിത്സ ചെയ്തില്ലെങ്കിൽ തന്നെ ആന്തരാവയവങ്ങളെ പോലും പിന്നീട് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൃദയം, ശ്വാസകോശം, കിഡ്നി ഇത്തരം രോഗങ്ങളെ കൂടി അത് പിന്നീട് ബാധിക്കുന്നത്. അതിൽ വിവിധ രോഗങ്ങളുടെ ഇതിൽപ്പെടുന്ന മറ്റ് വിഭാഗത്തിനനുസരിച്ച് അതിൻ്റെ സീരിയസ്നെസ്സും മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന നിരക്കും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് മാത്രം. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്ന് രേണുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ.
നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ആ എന്റെ കയ്യില് ഈ വിരലുകൾക്ക് മേലെ മണിക്കണ്ടെന്ന് പറയുമല്ലോ സ്ഥലം, പറയൂ. അവിടെ തടിച്ചു വേണം. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ രക്തവാതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് എന്താ മെഡിസിൻ ചെയ്യേണ്ടെന്ന്, ഹോമിയോ ഞാൻ മരുന്ന് ഇപ്പൊ കഴിക്കുക. അപ്പൊ പറയണത് ആരോഗ്യ മരുന്ന് കൊണ്ട് ഇത് മാറും പറയണം. നല്ല പെയിനാണ്, ശ്വാസം വിടുമ്പോ പെയിനോ വേദനിക്കും. അതായത് മണിബന്ധ സന്ധിയിൽ മാത്രമാണോ ഇപ്പൊ വേദന? മറ്റു സന്ധികളിൽ ഒരു തള്ളവിരല് ഇടത് കൈത്തെ മടങ്ങില്ല, ഇങ്ങനെ സെറ്റായി നിൽക്കണ പോലെ. അത് ഏതെങ്കിലും ഒരു സന്ധിയിൽ തുടങ്ങി മറ്റു സന്ധികളിലേക്കും പിന്നീട് ബാധിക്കുന്ന രൂപത്തിലുള്ള വാതരക്തം തന്നെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കാണുകയും അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെങ്കിൽ ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ചികിത്സിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ തുടങ്ങിയ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ചികിത്സിച്ചാൽ വളരെയധികം ഫലം കിട്ടുന്ന ഇതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കേണ്ടത്? ഡോക്ടറോട് ചോദിച്ചോളൂ. വയസ്സിന് വന്നിട്ട് 55 വയസ്സുണ്ട്. കാലിനും കയ്യിലും അവിടെ ഇവിടെയൊക്കെ ചില സമയങ്ങളില് ഈ ഞരമ്പിൽ വന്ന് ഒരു നീർക്കെട്ട് പോലെ ഒന്ന് വെള്ളം. ഞരമ്പിലാണ്, അല്ല സന്ധികളിലല്ല. സന്ധികളിലല്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും, അവിടെ തടിച്ചിരിക്കും. തൊടുകയാണെങ്കിൽ ഉച്ചം തലവരെ വേദനയാണെന്ന് പറയും. പിന്നെ 2 ദിവസം അവിടെ എന്തെങ്കിലും തട്ടുകുടയോ കെട്ടുകുട ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നല്ല വേദന വന്നിട്ട് കുറച്ച് കഴിച്ചതൊക്കെ മാറും. കുറച്ച് കഴിയുമ്പോൾ മാറും. ഇതിന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഡോക്ടർക്ക് ഒരു വൈദ്യരെ കാണിച്ചപ്പോ അവര് പറയാണ് രക്തവാത സംബന്ധമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മനുഷ്യനൊന്നും എടുത്തിട്ടില്ല. ഡോക്ടർ ഉദ്ദേശം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ഇത് കൂടുതൽ പുകവലി ശീലമുള്ള ആളാണോ? ഇല്ല, നീ എന്റെ വൈഫാണ്. ഇല്ല, വലിയൊന്നുമില്ല. ഭക്ഷണ പ്രത്യേകിച്ച് ഭക്ഷണ രീതിയിൽ കൂടുതൽ എരിവ്, പുളി, അച്ചാറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് സന്ധികളെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ഉള്ള ഒരു തുടക്കമായിട്ട് ഇതുപോലെ വരാം. അപ്പൊ അത് കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പൊ അതിന് ഡോക്ടറെ തന്നെ കണ്ട് ഒന്നുകൂടെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചികിത്സകളും തുടരേണ്ടത് ആവശ്യമാണ്. സന്ധികളെ ബാധിക്കാതെ തന്നെ രക്തക്കൊള്ളിനെയൊക്കെ നീരും വേദനയും ഒക്കെ ആയിട്ടും ഇത് തുടങ്ങാം. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഇതുപോലെ വാതരക്ത രോഗത്തിൽ ഉൾപ്പെടുത്തി ചികിത്സിക്കാൻ പറ്റുന്ന മറ്റൊരു രോഗമാണ് ധാരാളം പുകവലിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന TAO എന്നുള്ള ഒരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. രക്തക്കൊഴലുകൾ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് പിന്നീട് വിരൽ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലെത്തുന്നത്. ഇതും ചികിത്സയിലേക്ക് വരുമ്പോൾ ആയുർവേദം വാതരക്ത രോഗമായിട്ട് കണ്ടിട്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. സ്ഥിരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലുള്ള കട്ടൻ ചായ ധാരാളമായിട്ട് കുടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ശീലിക്കുന്ന ആളുകളിൽ പിന്നീട് വ്യൂഹത്തെ ബാധിക്കുകയും കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് പിന്നീട് അത് ഒരു ഗാംഗ്രീൻ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും വാതരക്തത്തിൻ്റെ രീതിയിൽ കാഴ്ചപ്പാടിൽ ചികിത്സിച്ചാൽ വളരെയധികം വ്യത്യാസം കാണുന്നുണ്ട്. അതെന്നെ മുറിച്ചു മാറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോലും സാധിക്കുന്നുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ സന്ധികളിലുണ്ടാകുന്ന വേദനയ്ക്ക് ആയുർവേദത്തിൽ എങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത്? സന്ധികളിലുണ്ടാകുന്ന വേദനയാണ് ഈ വാതരക്തത്തിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് വരുന്നത്. ഇതിന് അതാത് അവസ്ഥക്കനുസരിച്ചുള്ള ചികിത്സാ രീതികളാണ് ഉപയോഗിക്കുന്നത്. അത് ഡോക്ടറുടെ പരിശോധനയിൽ ഏതാണ് വേണ്ടത് എന്നതിനനുസരിച്ച് നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെറിയ മരുന്ന്, പച്ചമരുന്നുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്നുകൾ അരച്ച് പേസ്റ്റാക്കി പുറമേ പുരട്ടുന്നതും അതുപോലെ കഷായം ഉണ്ടാക്കി ധാര ചെയ്യുന്നത്, പെയിൻ കില്ലേഴ്സിന് സമാനമായ ഇതാണ്. അത് പുറമേ ഉപയോഗിക്കുന്നതിലാണ് ഈ പറയുന്നത്. അതുപോലെ കഷായ ധാര ചെയ്യുക, മരുന്നുകൾ തൈലം കൊണ്ട് ധാര ചെയ്യുക, ഇങ്ങനെയുള്ളത് കൊണ്ട് താൽക്കാലികമായി നല്ല ആശ്വാസം കിട്ടാറുണ്ട്. ഇപ്പോൾ ദശമൂലം എന്ന് പറഞ്ഞ 10 മരുന്നുകൾ
ഇട്ട് തിളപ്പിച്ച പാല് കൊണ്ട് ധാര ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ വേദന കുറക്കുന്നുണ്ട്. അതായത് പെയിൻ കില്ലർ കഴിച്ചാൽ കുറയുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ വേദന കുറക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഇൻറ്റേർണലായിട്ട് മെഡിസിൻസിൽ കഷായങ്ങൾ, ഗുളികകൾ, അതുപോലെ ചൂർണ്ണങ്ങൾ, ഇതൊക്കെ അതാത് അവസ്ഥക്കനുസരിച്ച് അതിന് ഗുഗ്ഗുലു എന്ന് പറയുന്ന ഒരു ചെടിയുടെ റെസിൻ ഉപയോഗിച്ചുള്ള ഗുളികകൾ ആയുർവേദത്തിൽ ഉണ്ട്. കൈശോര ഗുഗ്ഗുലു, യോഗരാജ ഗുഗ്ഗുലു തുടങ്ങിയ ഗുളികകൾ അതൊക്കെ വാതരക്തത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദന കുറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റ് ചികിത്സകളായ ഇതിൽ സ്ഥിരമായി വേദന വീണ്ടും, ഇത് താൽക്കാലിക ശമനത്തിന്. പിന്നെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന വേദനകളിൽ വസ്തി, അതുപോലെ എനിമ ഉപയോഗിച്ചുള്ള ചികിത്സ, അതുപോലെ വമനം, വിരേചനം തുടങ്ങിയത്. പിന്നെ രക്തമോഷം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇതുപോലെ വേദന കുറക്കാനും രോഗത്തിൻ്റെ ശമനത്തിനും വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. രക്തമോഷം എന്ന് പറയുമ്പോൾ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലീച്ച് തെറാപ്പി എന്നും പറയും. അതിനെ സന്ധികൾ വീക്കും വേദനയുള്ള ഭാഗത്ത് അതിനെ പ്രത്യേക രീതിയിൽ ശുദ്ധി ചെയ്തതിന് ശേഷം കടുപ്പിച്ച് അവിടുന്ന് രക്തമെടുത്ത് കളയുന്ന വളരെ പെട്ടെന്ന് തന്നെ ആ ജോയിൻറ്റിലുണ്ടാകുന്ന മാറ്റത്തെ ശരിയാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹിജാമ എന്നറിയപ്പെടുന്ന നമ്മളെ ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ് വെച്ച് രക്തമെടുക്കുക എന്നുള്ള രീതി പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്ന് ഹിജാമ എന്നറിയപ്പെടുന്ന അത് വെച്ചും രക്തമെടുത്ത് കളയുന്ന, അശുദ്ധ രക്തമെടുത്ത് കളയുന്ന രീതിയുണ്ട്. അതൊക്കെ ആ താൽക്കാലികമായിട്ടുള്ള ആ സന്ധിയിൽ അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ടാകുന്ന മാറ്റത്തെ തിരിച്ച് നോർമലാക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും. ശരീരത്തിന് മൊത്തത്തിലുള്ള അതുപോലെ രക്തശുദ്ധി മാറ്റാൻ വേണ്ടി സ്ഥിരാവേദം അല്ലെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ച് രക്തം എടുത്തു കളയുന്ന രീതി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ്. രക്തവാതത്തിൻ്റെ തുടക്കത്തിലും അത് കഴിഞ്ഞ് 1-2 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ചികിത്സയുടെ വ്യത്യാസം എന്തൊക്കെയാണ്? രക്തവാതത്തിൻ്റെ ചികിത്സയിൽ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരു ആമാവസ്ഥ തുടക്കത്തിലുണ്ടാകും. ആമാവസ്ഥ എന്ന് പറയുന്നത് ശരിയായിട്ട് ദഹനം നടക്കുന്നില്ല, ചെറിയൊരു പനി പോലെ, അല്ലെങ്കിൽ സന്ധിയിൽ ചൂട് ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ആ ആമാവസ്ഥ മാറ്റുന്നതിനുള്ള ചികിത്സകളാണ് ഉപയോഗിക്കുക. രോഗിയുടെ ദഹനം ശരിയാക്കുക, അതുപോലെ പചന ശരിയാക്കുക, ആ രീതിയിലുള്ള ചികിത്സകളാണ്. പിന്നീട് അടുത്ത സ്റ്റേജിൽ വാതരക്തത്തിൻ്റെ ശരിയായ ചികിത്സകൾ എന്നുള്ള രീതിയിൽ രോഗശമനത്തിനുള്ള ചികിത്സ കൊടുക്കുകയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഥ്യത്തിനും വളരെയധികം, അതായത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, കഴിച്ചുകൂടാ, എന്തൊക്കെ വ്യായാമങ്ങൾ എന്തൊക്കെ ചെയ്യാം, ചെയ്തുകൂടാ, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്ത് ചികിത്സ പൂർണ്ണമാക്കി രോഗം ശമിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടി വളരെയധികം റെക്കറൻസിന് സാധ്യതയുള്ളതാണ്. അപ്പോൾ രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടി രസായന ചികിത്സ എന്നുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് ശരീരത്തെ വീണ്ടും ശരീരധാതുക്കളെ പുഷ്ടിപ്പെടുത്തുകയും പ്രതിരോധശേഷി കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത് രണ്ടാമത് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള രസായന ചികിത്സ. ഇതും കൂടി ആയാൽ മാത്രമേ അത് പൂർണ്ണമാവുന്നുള്ളൂ. അതിനുശേഷം ഇതിന് ഉള്ള കാരണങ്ങളും വ്യക്തമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക, അതായത് പഥ്യം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും വളരെയധികം പ്രധാനമാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ശരി. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തിരൂര് ഫാത്തിമ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, നമസ്കാരം ഡോക്ടർ. എനിക്ക് ഒരു കാലിനൊരു വേദനയാണ്, കാലിന്റെ മടമ്പിലാണ് ഇപ്പൊ കൂടുതൽ. 1 വർഷം മുന്നേ ഒരു ഇച്ചിരി കഴിഞ്ഞതാണ് കോട്ടക്കന്ന്. ഇപ്പൊ വീണ്ടും ആ വേദന വന്നിട്ടുണ്ട്. എന്ത് കഴിഞ്ഞാന്നാ പറഞ്ഞേ? ഉഴിച്ചിൽ കഴിഞ്ഞാണ്. കാലിന്റെ മടമ്പിൽ മാത്രമാണോ വേദന? ഇപ്പൊ മടമ്പിന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു കാല് മുട്ടിന് താഴെ മുട്ടിനെയൊക്കെ ഇപ്പൊ കൂടുതലായി വരികയാണ്. മറ്റ് സന്ധികളെയൊന്നും പ്രത്യേകിച്ച് ബാധിച്ചിട്ടില്ല? നിറവ്യത്യാസം അങ്ങനെയുള്ള ഒന്നുമില്ല? ഇല്ല. അന്ന് അവര് എല്ലാ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്, MRI സ്കാൻ ചെയ്ത് എല്ലാം ചെയ്തു. അപ്പൊ നട്ടല് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ഉച്ചിലെല്ലാം കഴിഞ്ഞത്. ഇപ്പൊ വീണ്ടും വേദന തുടങ്ങിയിട്ടുണ്ട്. ഡിസ്കിന് തകരാറുണ്ടോ? ഡിസ്കിന് ചെറുതായിട്ടൊരു അകൽച്ച വന്നിട്ടുണ്ട്. ഇതും കൂടുതലായിട്ട് രക്തവാതത്തിൽ പെടുന്നതാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ മടമ്പിൻ്റെ അടിയിൽ മാത്രമുള്ള വേദന എന്ന് പറയുമ്പോൾ വാതകണ്ടകം അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്നൊക്കെ ആധുനികത്തിൽ പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. പ്രത്യേകിച്ച് ഡിസ്കിന് തകരാറുണ്ടെങ്കിൽ അത് ഞരമ്പിനെ ബാധിച്ച് ആ കാലിലേക്കുള്ള വേദന വ്യാപിക്കുന്നതും ആവാം. അത്തരത്തിലാണെങ്കിൽ വാതവ്യാധി ചികിത്സ ചെയ്യപ്പെട്ട ആവശ്യമായ ചികിത്സകളാണ് ചെയ്യേണ്ടി വരിക. രക്തവാതത്തിലാണോ എന്നുള്ളത് ഇതുപോലുള്ള മറ്റ് പരിശോധനകളിലൂടെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ തന്നെ ചെയ്യണം. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആയുർവേദ കോളേജിൽ കായിക ചികിത്സാ വിഭാഗത്തിൽ ബന്ധപ്പെട്ട് ആവശ്യമായ ചികിത്സകൾ തുടരുന്നതാവും നന്നാവുക. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇന്ന് സമയം പൂർണ്ണമായി. വാതരോഗത്തെക്കുറിച്ച്, രക്തവാതത്തെക്കുറിച്ച്, അതിനുള്ള ആയുർവേദ ചികിത്സയെക്കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി.